അസ്വസ്ഥതകളിൽ നിന്ന് മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികമായ വചനങ്ങളാണ്. കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താന് കാറ്റും മഴയും വരുമ്പോൾ ആ കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാനോ തടഞ്ഞു നിർത്താനോ കഴിയില്ല. എന്നാൽ ആ കാറ്റിനും മഴക്കുമനുസരിച്ച് അയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയും. അയാൾ അത് ചെയ്താൽ മതി. ജീവിതത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായ പലതും സംഭവിക്കും. അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും, ഏതു രീതിയിലുള്ളത് ജീവിതത്തിൽ സംഭവിച്ചാലും അതിനനുസരിച്ച് ജീവിതമാകുന്ന കപ്പലിനെ തകരാതെയും തളരാതെയും നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് അചഞ്ചലമായ, അസാധാരണമായ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നിയ ദൈവബോധമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നമുക്കാണ് അത് യാദൃച്ഛികം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാദൃച്ഛികമല്ല. അള്ളാഹുവിൻ്റെ ഇച്ഛയോടുകൂടിയല്ലാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. അതേസമയം ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ, ഒരു ഭക്തൻ്റെ കാര്യത്തിൽ നല്ലതല്ലാതെ ഒന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അത് നല്ലതാകണമെന്നില്ല, നമുക്ക് ആ നിമിഷത്തിൽ നല്ലതാകണമെന്നില്ല. പക്ഷെ നല്ലതല്ലാത്തതൊന്നും ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിന് നന്മയല്ലാതെയൊന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. എന്താണ് അങ്ങനെ ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിൽ പാകപ്പെടുന്നതിനുള്ള മാർഗം എന്താണ്? ഒന്നാമതായി നമ്മുടെ ഈമാനിനെ നമ്മൾ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ? നമ്മൾ വിശ്വാസം എന്ന് പറയും. അത് വിശ്വാസമാണോ? നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നു, അതല്ലാതെ മറ്റു വാക്കുകളില്ലാത്തത് കൊണ്ട് നമ്മളും അത് ഉപയോഗിക്കുന്നു. പക്ഷെ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇവിടെ ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ? ഉറപ്പല്ലേ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ? ഉറപ്പല്ലേ? അത് നമ്മൾക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വാസമല്ലേ? വിശ്വാസമാണോ? അല്ല, ഉറപ്പാണ്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വിശ്വാസമാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു അല്ലാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ? ഉറപ്പാണോ? അത് ഉറപ്പാണ്, വിശ്വാസമല്ല. നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ? ഉറപ്പാണോ? ഉറപ്പായിരുന്നു. മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഉള്ളിലുണ്ടായിരുന്നത് വിശ്വാസമാണോ? ഉറപ്പാണോ? ഉറപ്പായിരുന്നു, ഒരു സംശയവുമില്ല. ശരീരഭാഗങ്ങളിലെല്ലാം ആണി തറക്കപ്പെട്ട് കുരിശിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ലസ്തു ഉബാലി ഹൈന ഉഖ്തല മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ എന്ന് പാട്ടുപാടിയ പാവം ഖുബൈബ് ബിൻ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ? ഉറപ്പാണോ?
ആ ഉറപ്പ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് എൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസാധാരണമായ ഒരു മനഃശാന്തിയുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജപ്രസാരണമുണ്ട് ഉള്ളിൽ നിന്ന്. നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു ശക്തി സ്രോതസ് നമ്മൾ അനുഭവിക്കും. അല്ലാഹു റഹ്മാനാണ് എന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും. അല്ലാഹ് പറയുന്നതാണ്. ഇത് പറയാനും പ്രസംഗിക്കാനുമുള്ള ഒന്നല്ല. ഈമാൻ നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ വരാനിരിക്കുന്ന ഏത് കാര്യങ്ങളെയും ഒരു മുഅ്മിനിന്റെ നെഞ്ചുറപ്പോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈമാൻ തന്നെയാണ് പുനഃപരിശോധിക്കേണ്ടത്. ഈമാൻ. ആരായിരുന്നു ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് സുഖമാണ് ആ ജീവിതത്തിൽ കിട്ടിയത്? ഒരു സുഖവും കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യന്റെ സുഖങ്ങൾ, ജീവിതത്തിലെ സന്തോഷങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്കൊക്കെ ഇല്ലേ കുറേ സന്തോഷങ്ങൾ? കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുണ്ടായി, നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട്. മനാഫ് മാഷ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊരു സൗഭാഗ്യമല്ലേ? ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ജീവിതത്തിൽ ഉമ്മയുടെ മുഖമൊന്ന് കാണാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഉമ്മയുടെ സ്നേഹവും താരാട്ടും തലോടലും ലഭിക്കാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? അവർക്കറിയാം അതിൻ്റെ വിഷമം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉമ്മ എന്നുള്ള ഒരു സാന്ത്വനം അള്ളാഹിൻ്റെ റസൂലിന് കിട്ടിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടിയത് മനസ്സിലായി തുടങ്ങിയപ്പോഴേക്ക് അത് നഷ്ടപ്പെട്ടു. പിന്നെ വാപ്പ, ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ തലോടലും ഉപ്പയുടെ നിർദ്ദേശങ്ങളും ഉപ്പയുടെ ശകാരവും ഉപ്പയുടെ വഴികാട്ടലും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും കെട്ടുപോകാത്ത വെളിച്ചമായി നമ്മുടെ കാൽവഴികളുടെ മുന്നിലുണ്ട്. ഉപ്പ പറഞ്ഞു തന്ന വാക്കുകൾ അതായിരുന്നു ശരിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഉപ്പയും ഉമ്മയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി, നമ്മുടെ കൂടെ അവരില്ലെങ്കിലും അവരവിടെ ഉണ്ടായാൽ മതി, നമുക്കതൊരു ആശ്വാസമാണ്. അവരവിടെ ഉണ്ടായാൽ മതി. വല്ലപ്പോഴും അവരെ ഒന്ന് വിളിക്കുന്നവരാകരുത് നമ്മൾ. കാരണം അവർ നഷ്ടപ്പെടുമ്പോഴേ അതറിയുള്ളൂ ആ സാന്ത്വനത്തിൻ്റെ വില എത്രയായിരുന്നു എന്ന്, ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം എത്രമേൽ മനോഹരമായിരുന്നു എന്ന്. അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയുടെ സാന്ത്വനം അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചിട്ടില്ല. ഒരു ജ്യേഷ്ഠൻ, ഒരു അനുജൻ, എത്ര വലിയ സാന്ത്വനമാണത്. ഒരു കാര്യത്തിലൊരു അഭിപ്രായം ചോദിക്കാൻ, നമ്മുടെ ഒരു കാര്യം ഒന്ന് ഏൽപ്പിക്കാൻ, നമുക്കൊരു നിർദ്ദേശം ലഭിക്കാനെന്ന് കൂടിയാലോചന നടത്താൻ അവർ കൂടെ ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു അനുഭവം അള്ളാഹിൻ്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടില്ല. ഒരു പെങ്ങള് എത്ര വലിയൊരു സാന്ത്വനമാണ്. അവരുടെ കൊഞ്ചലും അവരുടെ കൗതുകവും അവരുടെ സ്നേഹവും വാത്സല്യവും പിണക്കവും ഇണക്കവും എത്ര വലിയൊരു സാന്ത്വനമാണ് അള്ളാഹിൻ്റെ റസൂലിന് കിട്ടിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൺകുഞ്ഞ് എത്ര വലിയൊരു പ്രതീക്ഷയാണ് കിട്ടിയിട്ടില്ല. ആലോചിക്കണം. സന്തോഷങ്ങൾ എന്ന് പറയുന്നതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അള്ളാഹു അധികം കൊടുത്തിട്ടില്ല. എന്നിട്ടും ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിഞ്ഞു? ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങിയ വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിഞ്ഞു? അതിൻ്റെ കാരണമാണ് ആ ഈമാൻ.
ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവ്വതിനെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ അയാൾക്ക് കഴിയും. വിഷമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് കഴിയും. സങ്കടങ്ങളെ ഹൃദയത്തിന്റെ ശാന്തത കൊണ്ട് നേരിടാൻ അയാൾക്ക് കഴിയും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഹബീബിന്റെ ജീവിതം. മഖാമു ഇബ്രാഹിമിന്റെ അരികിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട്. റസൂൽ തിരുമേനിയുടെ ജീവിത വീക്ഷണം ആ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇത്തരമൊരു സാഹചര്യത്തിൽ, ഗൾഫ് ജീവിതത്തിലെ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന പിന്നെ കൊടുത്താൽ പോരെ, പിന്നെ കൊടുത്താൽ മതിയത്. ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്നുകിൽ മനഃപ്പാഠമാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങളത് റെക്കോർഡ് ചെയ്യണം. കാരണം ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാന്ത്വനമുണ്ട്. അത് അനുഭവിക്കുന്ന ആളുകൾ പറയുന്നതാ. ജീവിതത്തിലൊരു വിഷമസന്ധിയിൽ ആ പ്രാർത്ഥന ഒന്ന് നാവ് ഉച്ചരിക്കുമ്പോൾ, ആ പ്രാർത്ഥനയൊന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശാന്തതയുണ്ട്. കാരണം ആ പ്രാർത്ഥനയുടെ ആശയങ്ങൾ അങ്ങനെയാണ്. ആ പ്രാർത്ഥന കേട്ടോളൂ: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സ്വാദിഖൻ ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബത ലി വരിദൻ ബിമാ ഖസ്സമത ലി വരിദൻ ബിമാ ഖസ്സമത ലി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുന്നു, ഈമാനൻ, എനിക്ക് ഈമാൻ തരയണമേ എന്ന്. എങ്ങനെയുള്ള ഈമാൻ? ആ ഈമാനിന് 3 ഗുണങ്ങൾ പറയുകയാണ് റസൂലുള്ളാഹ്. 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് യഥാർത്ഥത്തിലുള്ള ഈമാൻ ആകുന്നുള്ളൂ. ഒന്നാമത്തെ വിശേഷണം യുബാശിറു ഖൽബി, യുബാശിറു ഖൽബി, എൻ്റെ ഖൽബിന്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ ഈമാൻ. എൻ്റെ ഖൽബിന്റെ ഉള്ളറകളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വേരുകളോടുകൂടിയ ഈമാൻ. ഒരു കാറ്റ് വരുമ്പോഴേക്കൊരു മരം പുഴങ്ങി വീഴാതിരിക്കാനുള്ള കാരണം എന്താ? ഒരുപാട് ഇലകൾ ഉണ്ടായതുകൊണ്ടല്ല, ഒരുപാട് ചില്ലകൾ ഉണ്ടായതുകൊണ്ടല്ലല്ലോ, ഒരുപാട് വേരുകൾ ഉണ്ടായതുകൊണ്ടാ. എങ്കിൽ അങ്ങനെയുള്ള വേരുകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളോടുകൂടിയ ഈമാൻ തരയണമേന്ന്. രണ്ടാമത്തെ വിശേഷണം വയഖീനൻ, അത് ദൃഢമാകണം. നിന്റെ പരീക്ഷണങ്ങളിൽ പതറാത്തതാകണം ആ ഈമാൻ. നീ എനിക്ക് തരുന്ന വിഷമങ്ങളിലും പതറാത്തതായിരിക്കണം ആ ഈമാൻ. നീ എനിക്ക് തരുന്ന സന്തോഷങ്ങളിലും പതറാത്തതായിരിക്കണം ആ ഈമാൻ. അതാണ് യഖീൻ. മൂന്നാമത്തേത് സ്വാദിഖൻ ആണ്. സത്യസന്ധമാണോ? ഒറ്റക്കാകുമ്പോഴത് വേണം, കൂട്ടത്തിലാകുമ്പോഴത് വേണം. എൻ്റെ സ്വകാര്യതകളെപ്പോലെ ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ളതാകണം ആ ഈമാൻ. ലോകത്തൊരു മനുഷ്യനും അത് കാണുന്നില്ലെങ്കിലും, ലോകത്തിലൊരു മനുഷ്യനും തിരുത്താനോ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ ഇല്ലാതിരിക്കുമ്പോഴും എൻ്റെ ഈമാൻ എന്നെ സ്വാധീനിക്കണം. അതാണ് സ്വാദിഖ്. എപ്പോഴും ഒരു ചോയ്സിൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം. എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്, അതിൻ്റെ മുന്നിൽ കീബോർഡ് ഉണ്ട്, നമ്മുടെ കയ്യിൽ മൗസുണ്ട്, ആ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. ആ മൗസ് ഉപയോഗിച്ച് ആ കീബോർഡ് ബട്ടൺ അമർത്തിയിട്ട് ആ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പലതിലേക്കും വേണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യാം. എന്നാൽ അതേ മൗസ് ഉപയോഗിച്ച്, അതേ കീബോർഡ് ഉപയോഗിച്ച്, അതേ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും നമ്മുടെ മേൽ കോരിച്ചൊരിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാം. ഇതൊരു ചോയ്സാണ്. ഈ ചോയ്സ് ഇല്ലാത്ത ഒരു രംഗവും നമ്മുടെ ജീവിതത്തിലില്ല. അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനോ അള്ളാഹുവിൻ്റെ അപ്രീതി സമ്പാദിക്കാനും പറ്റുന്ന തരത്തിലുള്ള ചോയ്സുകളുടെ നടുവിലാണ് നമ്മുടെ ജീവിതം. അവിടെ ഈമാൻ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഈമാൻ സത്യസന്ധമാകണം.
ഇനി റസൂൽ എന്ന് പറയുന്നത് ഈ ഈമാന് കൊണ്ട് ഉണ്ടാകേണ്ട 2 ഗുണങ്ങളാണ്. അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. റസൂൽ പറയാ ഹത്താ അഅലമ, ഇങ്ങനെയൊരു ഈമാൻ എനിക്ക് ആവശ്യമുള്ളതിന്റെ കാരണം ഹത്താ അഅലമ, എനിക്ക് മനസ്സിലാകണം, ലൻ യുസീബനി ഇല്ലാ മാ കതബത ലി, പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ, ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ, എന്നെ സങ്കടപ്പെടുത്തുന്നതാകട്ടെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ, അള്ളാഹുവേ അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം. വേറെ ആർക്കോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ട് അറിയാതെ എനിക്ക് കിട്ടിയതല്ലത്, അത് എനിക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാ എന്നെനിക്ക് മനസ്സിലാവണമെന്ന്. വരിളൻ ബിമാ ഖസ്സംത ലി, പടച്ചവനെ നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്, അതെത്ര കുറച്ചാണെങ്കിലും, എത്ര പരിമിതമാണെങ്കിലും, എത്ര കുറവാണെങ്കിലും, അത് എൻ്റെ തൊട്ടടുത്തുള്ളവനേക്കാൾ കുറവായിരിക്കാം, എൻ്റെ കൂടെ ജീവിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം, എൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം, എൻ്റെ ജ്യേഷ്ഠനേക്കാൾ കുറവായിരിക്കാം. അള്ളാഹുവേ എനിക്ക് നീ വിഭവമായി തന്ന ഒരു സംഗതിയുണ്ട്, അത് സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലാകട്ടെ, പടച്ചവനെ അതിലെനിക്കൊരു സംതൃപ്തി ഉണ്ടാക്കി തരണേ. അതാണ് വരിളൻ ബിമാ ഖസ്സംത ലി, വരിളൻ ബിമാ ഖസ്സംത ലി. ജീവിതത്തെ ആകെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയും. അതാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയൊരു സമ്മാനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തവക്കുല് ആണ് തൗഹീദിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. മനസ്സമാധാനമായിരിക്കും നമുക്ക്, അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകം. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തവക്കുല് കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നൊരു അന്തരീക്ഷം. ജീവിതത്തിൽ നേരിടുന്ന ഓരോ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയും നമുക്ക്. ഒരു കുതിര കിണറ്റിൽ വീണ കഥ പറയാറുണ്ട്. കുറച്ച് പ്രായമായൊരു കുതിരയാണ്, അത് കിണറ്റിൽ വീണുപോയി. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ ആലോചിക്കണം ഇനി എന്ത് ചെയ്യണം. ആ കുതിരയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കണം. അതിലേറെ നല്ലത് ആ പൈസ കൊണ്ട് വേറൊരു കുതിരയെ വാങ്ങുന്നതാണ്. ഇനി പുതിയൊരു കുതിരയെ വാങ്ങിയിട്ട് അതും ഈ കിണറ്റിൽ വീണുപോയാലോ? അതുകൊണ്ട് ഈ കിണർ മണ്ണിട്ട് മൂടാം. അതിൽ വീണുപോയ കുതിര ചാവുകയും ചെയ്യും, കിണർ മൂടുകയും ചെയ്യും. അങ്ങനെ മണ്ണിടാൻ തുടങ്ങാണ്. മണ്ണ് വന്നിങ്ങനെ വീഴുമ്പോൾ ഈ കുതിര കരയുന്നുണ്ട്, ആർത്ത് കരയുന്നുണ്ട്. വീണ്ടും മണ്ണിടുമ്പോൾ വീണ്ടും കരയുന്നുണ്ട്. ആ കരച്ചിൽ പതുക്കെ പതുക്കെ നേർത്തു വന്നു, പിന്നെ കരച്ചിൽ കേൾക്കുന്നില്ല. മണ്ണ് ഓരോ കൊട്ടയായിട്ട് ആ കിണറ്റിലേക്ക് ഇങ്ങനെ എറിയുന്നു. ഏകദേശം ആ കിണർ മണ്ണ് കൊണ്ട് മൂടാനായ സമയത്ത് ആ കുതിര കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. എന്താ സംഭവിച്ചേ? ഓരോ കൊട്ട മണ്ണ് വന്ന് വീഴുമ്പോഴും കുതിര ചെയ്യുന്നത് ആ മണ്ണിൻ്റെ പുറത്ത് പോയിട്ട് നിൽക്കുകയാണ്, മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ്. പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുകയാണ്, പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുക. ഇതാണ് പോസിറ്റീവായ ഒരു സമീപനം എന്ന്. വേണമെങ്കിൽ അതിൽ കിടന്നിട്ട് ചാകരുന്നു, മരിക്കരുന്നു, അതൊരു തീരുമാനമാണ്. ഇത് വേറൊരു തീരുമാനമാണ്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചകളെ ഏതു വിധത്തിലാണ് സമീപിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. സങ്കടങ്ങളാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ, സന്തോഷങ്ങളൊരു അനുഭവം എന്നല്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളോട് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആലോചിച്ചിങ്ങനെ എത്തൂല അത്. കാരണം സന്തോഷങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കുള്ളതായിരുന്നു. എന്നാൽ ജീവിതത്തിന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും നമുക്ക്. കാരണം എന്താ? ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളാക്കിയത്. സന്തോഷങ്ങളൊരു അനുഭവമൊന്നുമല്ല, സങ്കടമാണ് ഏറ്റവും വലിയ അനുഭവമെന്ന് സങ്കടപ്പെട്ടവർക്കൊക്കെ അറിയാം. അതാണ്, സങ്കടപ്പെടാത്തവർക്ക് അറിയില്ല. സങ്കടപ്പെടാത്തവർക്ക് ചെറിയ സങ്കടങ്ങളിൽ പോലും മനസ്സ് തകരും. എന്നാൽ സങ്കടപ്പെട്ട് വളർന്നവർക്ക് വിഷമങ്ങൾ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്നു വന്നവർക്ക് അതിലേറെ വലുതിനെയും നേരിടാൻ കഴിയും. അബൂ താലിബിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിൻ്റെ ചെരുവിൽ
അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളും 2 വർഷമാണ് ജീവിച്ചത്. കേട്ടിട്ടില്ലേ? 2 വർഷമാണ് ജീവിച്ചത്. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് അവരുടെ അങ്ങോട്ട് പോയത്. ഒരു നേരത്തെ അന്നം പോലും അവർ കയ്യിൽ കരുതിയിട്ടില്ല. വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ക്ഷീണം കൊണ്ട്, ചുണ്ട് പറ്റി വരേണ്ടവർ, കവിളൊട്ടിയവർ, ശരീരം ശോഷിച്ചവർ. അവർ പറയുന്നുണ്ട്, കയ്യിലുള്ള ചാട്ടവാർ വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ കടിച്ചു നോക്കി, അതൊന്ന് തിന്നാൻ കഴിയുമോ എന്നറിയാൻ വിശപ്പ് കൊണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു കൊടുത്തത്? തീയിൽ കുരുക്കുകയായിരുന്നു അവരിന് വെയിലത്ത് വാടൂല. അതിലേറെ വലിയ പ്രതിസന്ധികളുടെ പെരുമഴ വന്നു വീണപ്പോഴും അതിൽ തകരാത്ത കരുത്തുള്ളവരാക്കി അവരെ മാറ്റിയത് ശഅബ് അബീ ത്വാലിബിന്റെ ആ കുന്നിൻ ചെരുവിൽ അവരനുഭവിച്ച ആദ്യകാല പീഡനങ്ങളായിരുന്നു. മനസ്സ് പാകപ്പെടുകയായിരുന്നു. അതിനാണ് അള്ളാഹു കൊടുത്തത്. അള്ളാഹ് ഒന്നും വെറുതെ തരൂലല്ലോ. അള്ളാഹ്ക്ക് ഉദ്ദേശ്യങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ, ഒരു ഭക്തനായ ആളുടെ കാര്യത്തിൽ അള്ളാഹ് എന്താണോ വിധിക്കുന്നത് അത് നന്മയായിരിക്കും, നന്മ മാത്രമേ ആകൂ. അപ്പോൾ സങ്കടങ്ങളോട് നമ്മുടെ സമീപനങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല. ഇന്നലെ ഉള്ള ദുഃഖം ഇന്നില്ലല്ലോ. ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല. എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും അതിനെ നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമുക്ക് നമ്മുടെ ഈമാൻ തന്നെയാണ് കരുത്ത്. സങ്കടങ്ങൾ അനുഭവിച്ചവരെ വല്ലതൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? 1809 ജനിച്ച ഒരാളുണ്ട്. 1809 ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് 6 or 7 വയസ്സായപ്പോഴേക്ക് അമ്മ മരിച്ചുപോയി. ഭക്ഷണത്തിൽ വിഷാംശം അടങ്ങിയിട്ട് അത് കഴിച്ചതോടുകൂടി അമ്മ മരിച്ചുപോയി. അമ്മയില്ലാത്ത ജീവിതം. പിന്നെ ഒരു ജ്യേഷ്ഠനും ഒരു അനുജത്തിയാണുള്ളത്. അവരും 3-4 വർഷങ്ങളുടെ ഇടയിൽ മരിച്ചുപോയി. അച്ഛനൊരു ധൂർത്തനായിരുന്നു. അതുകൊണ്ട് അവരുടെ ഒരു ഉടമസ്ഥതയിലുള്ള ഫാം തൊലഞ്ഞുപോയി, നഷ്ടക്കച്ചവടമായി പോയി. അത് അച്ഛൻ്റെ അലസ ജീവിതം കൊണ്ട് സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങളുണ്ടായി. അതു കാരണം അവരാ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. കെൻഡഗി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കെൻഡഗി ഫ്രൈഡ് ചിക്കൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. അങ്ങനെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു. നാൻസി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീയാണ് ആദ്യമായി ഈ കുട്ടിയുടെ ജീവിതത്തിൽ പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്തത്. 5 പുസ്തകങ്ങളായിട്ടാണ് ആ സ്ത്രീ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. പുസ്തകങ്ങൾ വായിക്കുന്ന നല്ല ഗുണമുണ്ടായതുകൊണ്ട് ആ സ്ത്രീയുടെ ജീവിത വീക്ഷണത്തിലും വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. രണ്ടാനമ്മമാരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാനമ്മ വേറൊരമ്മയായിരുന്നു. ഈ കുട്ടിയെ വായിക്കാൻ പ്രേരിപ്പിച്ചു, അക്ഷരം പഠിക്കാൻ പ്രേരിപ്പിച്ചു. സ്കൂളിലേക്ക് പോകണം എന്നറിഞ്ഞപ്പോൾ അതിന് പറഞ്ഞയച്ചു. അച്ഛൻ പണം കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരാടിനെ വാങ്ങി അതിൻ്റെ പാല് കറന്ന് അത് വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിച്ചു. പക്ഷേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട്. അവൻ പഠനം 12-ാം വയസ്സിൽ അവസാനിപ്പിച്ചിട്ട് കച്ചവടത്തിന് ഇറങ്ങി. കച്ചവടം അത്യാവശ്യം നല്ല ഒരവസ്ഥയിലെത്തി. പിന്നെ അത് പൊളിഞ്ഞുപോയി. അവന് നല്ല സാമൂഹിക ബോധമുള്ള ഒരാളായിരുന്നു. പ്രസംഗിക്കാൻ വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. ചെടികളുടെ മുന്നിൽ പോയിട്ട് അവൻ പ്രസംഗിക്കും. കസേരകൾ നിവർത്തിയിട്ടിട്ട് പ്രസംഗിക്കും, പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. സാമൂഹിക പ്രവർത്തകനായതുകൊണ്ട് അവനെ ആളുകളെല്ലാം കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. അവൻ ജയിച്ചു. പിന്നെയും കച്ചവടത്തിലേക്ക് ചെന്നു, പൊളിഞ്ഞു. വീണ്ടും കച്ചവടം നടത്തി, അതും പൊളിഞ്ഞുപോയി. അവന് വല്ലാത്ത അസുഖങ്ങൾ വന്നു. ക്ഷയരോഗം പോലെ ശരീരത്തെ വിറപ്പിക്കുന്ന തരത്തിലുള്ള അസുഖം അവന് പിടികൂടി. ആ അസുഖത്തിൽ നിന്ന് അവൻ കരകയറി. പിന്നെയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. 1861 അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവൻ മത്സരിച്ചു. അവൻ വിജയിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഇതിഹാസ വ്യക്തിത്വമായ എബ്രഹാം ലിങ്കന്റെ ചരിത്രമാണിത്. കെൻഡഗിയിൽ താമസിക്കുന്ന കാലത്ത് അടിമച്ചന്ത കണ്ടിരുന്നു ആ കുട്ടി. അടിമകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ട അവൻ അന്ന് തീരുമാനിച്ചു അടിമകളുടെ മോചനത്തിന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന്. അമേരിക്കൻ പ്രസിഡന്റായ ഉടനെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് അടിമത്തം നിരോധിക്കുകയായിരുന്നു. 1865 മാർച്ച് 20 ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാടകത്തിലെ ഒരു നടൻ, ഇദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ള ഒരു നടൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ആ ഇതിഹാസം അവിടെ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ ഓരോന്നും ഓരോ ആപ്തവാക്യങ്ങളാണ്.
ജീവിതാനുഭവങ്ങളുടെ കരുത്തുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണത്. ആ വാക്കിന് മൂർച്ച കൂടും, ആ വാക്കിന് ജീവിതാനുഭവങ്ങളുടെ തിളക്കമുണ്ടാവും. കോട്ടയം ജില്ലയിലെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. കുട്ടൻ എന്നാണ് ആ കുട്ടിയുടെ ഓമന പേര്. തീരെ പഠിക്കാത്തൊരു കുട്ടി, എന്നാൽ ബുദ്ധിമാനായൊരു കുട്ടി. പഠിക്കാത്തതിൻ്റെ കാരണം അവൻ്റെ കയ്യിൽ പുസ്തകങ്ങളില്ല. അവന് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. സുഹൃത്തിൻ്റെ പേര് ബാബു എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ബാബുവിനോട് ഒരു ദിവസം കുട്ടൻ ചോദിക്കുകയാണ്, ബാബു, നിന്റെ വീട് വലിയ വീടാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ, നിന്റെ വീടൊന്ന് കാണാൻ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ബാബു പറഞ്ഞു, വേണ്ട, എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കണ്ട ഇഷ്ടപ്പെടില്ല. ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് ഇവൻ കുട്ടൻ. അച്ഛനും അമ്മ ഇല്ലാത്തൊരു ദിവസം നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അച്ഛനും അമ്മ ഇല്ലാത്തൊരു ദിവസം കുട്ടനെയും കൊണ്ട് ബാബു വീട് കാണാൻ പോയി. ബാബുവിൻ്റെ വീട് കണ്ടപ്പോൾ കുട്ടനാകെ അതിശയിച്ചു പോയി. ഇങ്ങനെ ഒരു വീട് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ വീടിൻ്റെ കാഴ്ചകളോ വീട്ടിലെ കൗതുകങ്ങളോ ആയിരുന്നില്ല ആ കുട്ടൻ്റെ മനസ്സിൽ ഉടക്കി നിന്നത്. മറിച്ച് ആ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പട്ടിക്കൂട്ടിൽ ഉറങ്ങുന്ന പട്ടിക്കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അവൻ്റെ മനസ്സിനെ അതിശയിപ്പിച്ചത്. അവൻ്റെ വീട്ടിൽ ഓണത്തിന് പോലും അങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല. അത്ര നല്ല ഭക്ഷണമാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് പോലും കഴിക്കുന്നത്. 2 കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിച്ചെന്നു. അന്ന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊരു അധ്യാപിക വന്നിട്ടുണ്ട്. ആ അധ്യാപിക ഓരോ കുട്ടിയോടും ചോദിക്കുകയാണ്, മോനെ, നിനക്ക് ജീവിതത്തിൽ എന്താകണമെന്നാണ് ആഗ്രഹം? ഓരോ കുട്ടിയും ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, മാഷാവണം, ടീച്ചറാവണം. കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവണം. എന്താണ് പറഞ്ഞത്? ടീച്ചർക്ക് വല്ലാത്തൊരു വിഷമമായി ഇത് കേട്ടപ്പോൾ. ടീച്ചർ ആ കാരണങ്ങളൊക്കെ അന്വേഷിച്ചു. ഇവന് പഠിക്കണമെന്ന് മോഹൻ്റെ, പക്ഷേ അവന് കഴിയുന്നില്ല, പുസ്തകങ്ങളില്ലെന്ന് പറഞ്ഞു. ടീച്ചർ പുസ്തകം വാങ്ങിക്കൊടുത്തു. അവൻ പഠിക്കാൻ തുടങ്ങി. എല്ലാ സപ്പോർട്ടും ഈ ടീച്ചർ കൊടുക്കുന്നു. അവൻ 8ാം ക്ലാസ്സിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു. 9ൽ നിന്ന് ജയിച്ചു, 10ൽ നിന്ന് റാങ്കോട് കൂടി ജയിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് അവൻ ഉപരിപഠനത്തിന് ചേർന്നത്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവന് ഉപരിപഠനത്തിന് ചേർന്നു. ഒരു ഗ്രാൻഡോട് കൂടി ലണ്ടനിൽ പഠിക്കാൻ പോയി. ലണ്ടനിലെ പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വൈസ് ചാൻസലർ അവൻ്റെ കയ്യിലൊരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിന് ഈ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ ഡൽഹിയിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കത്ത് കൊടുത്തു. നെഹ്റു ഈ കത്ത് വായിച്ചിട്ട് ഇവനൊന്ന് നോക്കി. കാരണം ഈ കത്തിൽ പറയുന്നത് ഇവനെക്കുറിച്ചാണ്. ഈ കുട്ടി അപാരമായ പൊട്ടൻഷ്യലുള്ള സാധ്യതകളുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഇവനെ ഏതെങ്കിലും ഒരു കോളേജിലെ മാഷായിട്ട് നിങ്ങൾ വിടരുത്, രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ആ കത്തിൽ പറയുന്നത്. നെഹ്റു അവനോട് പോകാൻ പറഞ്ഞു. അവൻ നാട്ടിലേക്ക് വന്നു, ഒരു കോളേജിൽ അധ്യാപകനായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവനൊരു കത്ത് വന്നു. ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് കത്ത്. കത്ത് പൊളിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഡൽഹിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഡൽഹിയിലേക്ക് ചെന്നു. നെഹ്റു അവനോട് പറഞ്ഞു, നീ ബർമ്മയിലെ അംബാസഡർ ആവണമെന്ന് പറഞ്ഞു. ബർമ്മയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അവനെത്തി. ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം അവൻ വഹിച്ചു. അവൻ പഠിച്ച് വളർന്ന ലണ്ടനിലും വലിയൊരു ഓഫീസിൻ്റെ അധികാരിയായി അവൻ മാറി. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ഇനി മതി, തിരിച്ചു വരണം. അങ്ങനെ അവൻ തിരിച്ചു വന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ അവൻ മത്സരിച്ച് MP ആയി, മന്ത്രിയായി, സഹമന്ത്രിയായി, പിന്നെ മന്ത്രിയായി. ഒരുപാട് പടവുകൾ ചവിട്ടിക്കേറി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലിറങ്ങിയ പത്രങ്ങളിലെല്ലാം ഈ പഴയ കുട്ടൻ്റെ വലിയ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയുടെ അടിയിലുണ്ട് KR നാരായണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ ജീവിത വളർച്ചയുടെ പടവുകളാണിത്. സങ്കടങ്ങളാണ് നമ്മളാക്കുന്നത്. സന്തോഷങ്ങൾ നമുക്കൊന്നും പ്രദാനം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു റഹ്മാനു റഹീമുമാണ്, അർഹമുർ റാഹിമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഉറപ്പിക്കുന്നത്. അർഹമുർ റാഹിമാണ് അള്ളാഹു. അർഹമുർ റാഹിം എന്ന് പറഞ്ഞാൽ എന്താ? കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. കാരുണ്യവാനാണ് എന്നല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ. അങ്ങനെ ഒരു കാരുണ്യവാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന രോഗങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. സങ്കടങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. വേദനകൾ, പ്രതിസന്ധികൾ ഒക്കെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നൊരാൾ തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് അല്ലാഹു റഹ്മാനാണ് എന്ന് കണ്ണിൻ്റെ മുന്നിൽ അയാൾ അനുഭവിക്കുക.